ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന തൃപ്പുത്തരി ആഘോഷം ഭക്തിസാന്ദ്രമായി. ഭഗവാന് പുത്തരി പായസം നിവേദിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. എയ്യാൽ പ്രാചീന ഗുഹ പരിസരവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പുരാവസ്തു വകുപ്പിന്റെ കർശന നിയന്ത്രണം മൂലം ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്ന് നാട്ടുകാർ. ഗണകാദി വിഭാഗം സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 2% വിദ്യാഭ്യാസ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കേരള ഗണക കണിശ സഭ. ദേവസ്വം ബോർഡുകളിൽ ഹിന്ദുക്കൾക്കായി സംവരണം ചെയ്ത ഒഴിവുകളിൽ 5% സംവരണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ. ഗുരുവായൂരപ്പന് വിശേഷാൽ വിഭവങ്ങളോടെ പുത്തരി പായസം നിവേദിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൃപ്പുത്തരി ആഘോഷിച്ചു. പുതിയതായി കൊയ്തെടുത്ത നെല്ല് ഉപയോഗിച്ച് പായസം തയ്യാറാക്കി ഭഗവാന് നിവേദിച്ച ചടങ്ങിൽ പങ്കെടുത്ത ആയിരങ്ങളാണ് ആത്മസായുജ്യമണഞ്ഞത്. ക്ഷേത്രത്തിലെ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിൽ നിന്നുള്ളവർ ചേർന്നാണ് പുത്തരി പായസം തയ്യാറാക്കിയത്. 3000-ഓളം നാളികേരം പായസം തയ്യാറാക്കാനായി വേണ്ടിവന്നു. നാലമ്പലത്തിനകത്ത് ഗണപതി പൂജയ്ക്ക് ശേഷം അവകാശിയായ പത്തുകാരൻ വടക്കേപ്പാട്ട് മുരളീധര വാര്യർ തൃപ്പുത്തരിക്കുള്ള അരി അളവ് നിർവഹിച്ചു. തുടർന്ന് ഉച്ചപൂജയ്ക്ക് തന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിപ്പാട് ഭഗവാന് പുത്തരി പായസം നിവേദിച്ചു. ഉഴിഞ്ഞ എന്ന ഔഷധ സസ്യത്തിന്റെ വള്ളി ചുറ്റിയ ഉരുളിയിലാണ് ഇടിച്ചുപിഴിഞ്ഞ പുത്തരി പായസം നിവേദിച്ചത്. പുത്തരി പായസത്തോടൊപ്പം അപ്പവും പഴനുറുക്കും ഉപ്പുമാങ്ങയും സ്വർണപാത്രങ്ങളിൽ കാളൻ, എരിശ്ശേരി, പഴപ്രഥമൻ, ഉറത്തൈര്, വെണ്ണ, വറുത്തുപ്പേരി എന്നീ വിഭവങ്ങളും ഉണ്ടായിരുന്നു. താള്, തകര, ചേമ്പ്, ചേന, മത്തൻ, ഇളവൻ, പയർ, ഉഴുന്ന്, തഴുതാമ, ഞെട്ടാഞ്ഞെണിയൻ എന്നിവയുടെ ഇലകൾ ഉപയോഗിച്ച് പത്തിലക്കറി തയ്യാറാക്കിയതും ഇതോടൊപ്പം നിവേദിച്ചു. പുന്നല്ലരി കൊണ്ട് തയ്യാറാക്കിയ നിവേദ്യം പരിവാരങ്ങൾക്ക് അർപ്പിക്കുന്നതിനായി ഉച്ചയ്ക്ക് തന്നെ ശീവേലിയും നടന്നു. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് നടക്കുന്ന ശീവേലി ഉച്ചപൂജ കഴിഞ്ഞ ഉടൻ നടത്തുന്നത് തൃപ്പുത്തരി നാളിലെ മാത്രം പ്രത്യേകതയാണ്. 1,40,000 രൂപയുടെ പുത്തരി പായസമാണ് തയ്യാറാക്കാൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും ഭക്തരുടെ ആവശ്യം പരിഗണിച്ച് ഇത്തവണ 1,60,000 രൂപയുടെ പുത്തരി പായസം തയ്യാറാക്കേണ്ടി വന്നു. ഭഗവാന് നിവേദിച്ച പുത്തരി പായസം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. TCV ന്യൂസ്, ഗുരുവായൂർ. എയ്യാൽ പ്രാചീന ഗുഹ പരിസരവാസികളോട് ഭരണകൂടങ്ങൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പുരാവസ്തു വകുപ്പിന്റെ കർശന നിയന്ത്രണം മൂലം എയ്യാൽ പ്രാചീന ഗുഹയുടെ സമീപവാസികളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിനാൽ കാലപ്പഴക്കം ചെന്ന വീടുകൾ തകർന്ന് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കുടിവെള്ളത്തിന് കിണർ കുഴിക്കാനും കക്കൂസുകൾ നിർമ്മിക്കാനും കഴിയാതെ ഇവിടെയുള്ള കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ എയ്യാൽ യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം പ്രതിഷേധ ജ്വാല തെളിയിച്ച് ബാബു എം പാലശ്ശേരി MLA ഉദ്ഘാടനം ചെയ്തു. AS സുജിൻ അധ്യക്ഷനായിരുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ PS പുരുഷോത്തമൻ, PA ഉണ്ണികൃഷ്ണൻ, PG അർജുനൻ എന്നിവർ നേതൃത്വം നൽകി. ഗണകൻ, കളരിപ്പണിക്കർ, കണിയാർ പണിക്കർ, കളരിക്കുറുപ്പ്, കണിയാൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2% വിദ്യാഭ്യാസ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കേരള ഗണക കണിശ സഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ വായനശാല ലൈബ്രറി ഹാളിൽ നടന്ന സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡുകളിൽ ഹിന്ദുക്കൾക്കായി സംവരണം ചെയ്ത ഒഴിവുകളിൽ ഗണകാദി വിഭാഗത്തിലെ സമുദായങ്ങൾക്ക് 5% സംവരണം ഏർപ്പെടുത്തണമെന്നും പാച്ചല്ലൂർ അശോകൻ ആവശ്യപ്പെട്ടു. KGKS സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KG പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പുനല്ലൂർ ചന്ദ്രബോസ്, PR പുരുഷോത്തമൻ, അറുമുഖൻ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തെ ക്രൈസ്തവ സഭ കൂട്ടായ്മയുടെ എക്യുമെനിക്കൽ ഗായക സംഘമായ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗീത വിരുന്ന് ആസ്വാദകർക്ക് നവ്യ അനുഭവമായി. ദേശഭക്തി ദൈവഭക്തി ഗാനങ്ങളാണ് ഗാർഡിയൻ ഏഞ്ചർ എന്ന പരിപാടിയിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജോസഫ് മാർ കുറിലോസ് വലിയ മെത്രാപ്പോലിത്ത, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ റാഫേൽ തട്ടിൽ, ബാബു എം പാലശ്ശേരി MLA, നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം CP ജോൺ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മരണാർത്ഥം സ്മൃതിദീപം തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. KP ചിന്നമ്മ ആദ്യ സ്മൃതിദീപം തെളിയിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട മെഡൽ നേടിയ കുന്നംകുളം സ്വദേശികളായ ഡോക്ടർ സലീം J തോമസ്, TT ജോബ്, AB യേശുദാസ് എന്നിവരെ ആദരിച്ചു.
ചേർക്കര ദേശം പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സമാഹരണ യജ്ഞത്തിന് തുടക്കമായി. ചേർക്കര ഈസ്റ്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങ് TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. EV K വേണുരാജ് അധ്യക്ഷനായിരുന്നു. വലപ്പാട് CI R രതീഷ് കുമാർ മെഡിക്കൽ ലബോറട്ടറി ഡിസ്കൌണ്ട് കാർഡിന്റെ വിതരണം നിർവഹിച്ചു. AR ജ്യോതിപ്രകാശ്, CR സനിൽ, സത്യഭാമ ജയപാലൻ, പ്രഭാതചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാണിപ്പയൂർ മാനവസേവാ സമിതി വാർഷികം കുന്നംകുളം CI VA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. P ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. E രഘുനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. MV ഉല്ലാസ്, ഫാദർ സ്റ്റീഫൻ ജോർജ്, ചന്ദ്രൻ V നായർ, CB ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തിരഞ്ഞെടുത്ത 100 കുടുംബങ്ങൾക്കുള്ള അരി വിതരണവും നടന്നു. AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റം, അഴിമതി, വർഗീയത എന്നിവയ്ക്കെതിരെ സമരസംഗമം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് ശിവൻ മങ്ങാട് അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി CL സൈമൺ, NK സുബ്രഹ്മണ്യൻ, OK ശശി, KT ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായി. ബാർ വിഷയത്തിൽ മദ്യം നിരോധിക്കാനാവശ്യമായ നിലപാടിൽ ഉറച്ചുനിൽക്കുന്ന KPCC പ്രസിഡന്റ് VM സുധീരന് അഭിവാദ്യമർപ്പിച്ച് തൃപ്രയാറിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജേഷ് പന്നിപ്പുലത്ത്, PM സിദ്ദീഖ്, KP സുഗദാസ് എന്നിവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഗ്രീൻ ഓഫീസ് ഫയൽ ട്രാക്കിംഗ്, ടച്ച് സ്ക്രീൻ, ഇൻഫർമേഷൻ കിയോസ്ക് എന്നിവയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആദ്യ സംഭാവന ജോയ് പോളിലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, ജൂനിയർ സൂപ്രണ്ട് KI അബ്ദുൽ ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിക KM UP സ്കൂളിന് മുൻപിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. തളിക്കുളം തോട്ടുങ്ങൽ ഭരതനാണ് പരിക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ ഭരതിനെ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ്ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ബീച്ചിൽ വീട് കത്തിനശിച്ചു. ചാപ്പമരം തൈക്കാട്ട് മണികണ്ഠന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ ദർശന തിരുനാൾ ആഘോഷിച്ചു. ഗാനപൂജയ്ക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് നായങ്കര എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ശ്രേയ P സിംഗ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന കൂട്ടായ്മയുടെ ഭാഗമായി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മരത്തിൽ ചുറ്റിയ ക്യാൻവാസിൽ ഒപ്പുശേഖരണം നടത്തി. കുന്നംകുളം മണ്ഡലം IVML ജനറൽ സെക്രട്ടറി ഉസ്മാൻ കല്ലാട്ടയിൽ, MY ഹംസ, കരീം പന്നിത്തടം തുടങ്ങിയവർ പങ്കെടുത്തു. BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച ജവാന്മാരെ ആദരിച്ചു. ആദരണ ചടങ്ങിൽ BJP പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സഞ്ജീവനി സമിതി സെക്രട്ടറി K രവീന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ സമിതി അംഗം PK ലാൽ, ദിവാകരൻ പഴങ്ങാപ്പറമ്പ്, അഡ്വക്കേറ്റ് CR ശിവൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ന്യൂ വിഷൻ കേബിൾ നെറ്റ്വർക്കും CCTV TCV ന്യൂസ് ബ്യൂറോയും സംയുക്തമായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മിഠായി വിതരണം നടത്തി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും വഴിയാത്രക്കാർക്കുമാണ് മിഠായി വിതരണം നടത്തിയത്. AM റഷീദ്, ശശി ശേഖരത്ത്, CK അഭിലാഷ്, രാധിക ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കലാമണ്ഡലം പൂർവ്വ വിദ്യാർത്ഥി സംഘം സംസ്ഥാന കൺവെൻഷൻ ചെറുതുരുത്തിയിൽ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഘം സംസ്ഥാന പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം പത്മിനി, കലാമണ്ഡലം ജയകുമാർ, കലാമണ്ഡലം അഭിജോഷ് എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. വിശേഷാൽ പൂജകൾക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയും രഞ്ജിത്ത് എമ്പ്രാന്തിരിയും കാർമ്മികത്വം വഹിച്ചു. ചിറക്കൽ ഗണേശൻ, ചിറക്കൽ പത്മനാഭൻ എന്നീ ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. എം വി രത്നാകരൻ, ഹരിദാസൻ കരുമത്തിൽ, അശോകൻ കുരിയക്കോട്ട് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തിയിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. പൂപ്പത്തി 6-ാം വാർഡിൽ നടന്ന സെമിനാറിൽ സ്ത്രീ സുരക്ഷയും ഗാർഹിക പീഡനവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സജീന ക്ലാസ് എടുത്തു. ടി കെ സദാനന്ദൻ സംസാരിച്ചു. ഊരകം NSS കരയോഗ മന്ദിരത്തിൽ മഹാകവി കുണ്ടൂരിന്റെ പേരിൽ മലയാളം പുസ്തകമുറി ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പച്ച മലയാളം പ്രസ്ഥാനത്തിലെ കവി തിലകൻ കുണ്ടൂരിന്റെ പേരിലുള്ള പുസ്തകമുറിയിൽ 1000-ലേറെ പുസ്തകങ്ങളുണ്ട്. ഗാനരചയിതാവ് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഒരുമനയൂർ സർവീസ് സഹകരണ ബാങ്ക് ഇരട്ടപ്പുഴ ബ്രാഞ്ചിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ആഘോഷ പരിപാടി നടത്തേണ്ട കാര്യമില്ലെന്നായിരുന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ മറുപടിയെന്ന് നാട്ടുകാർ പറഞ്ഞു. പന്നിത്തടം കോൺകോഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിച്ചു. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയാണ് സ്വാതന്ത്ര്യസമര സേനാനികളായ KPS മേനോൻ, രാമവാര്യർ തുടങ്ങിയവരെ ആദരിച്ചത്. PTA പ്രസിഡന്റ് കരീം പന്നിത്തടം, ബീന ഉണ്ണി, KK മണി എന്നിവർ പങ്കെടുത്തിരുന്നു. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. ചേലക്കര നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം ദേശമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് N മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പൂത്തറയ്ക്കൽ വിശുദ്ധ റോക്കിയുടെ ദേവാലയത്തിൽ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. പതാക ഉയർത്തൽ, തിരുനാൾ ദിവ്യബലി, നേർച്ച സദ്യ എന്നിവയുണ്ടായി. ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിടപ്പിലായ രോഗികളെ സഹായിക്കുന്നതിനുവേണ്ടി പുന്നയൂർകുളം MAA LP സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഫണ്ട് പുന്നയൂർകുളം കൂട്ടായ്മ പാലിയേറ്റീവ് കെയർ വെൽഫെയർ സൊസൈറ്റിക്ക് കൈമാറി. സ്കൂൾ കുട്ടികൾ നിർമ്മിച്ച ആൽബവും പത്രികയും പ്രകാശനം ചെയ്തു. അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പുല്ലഴി ഇടവക വികാരി ഫാദർ രാജു അക്കര ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട്, ജനറൽ കൺവീനർ ജോയ് പൂവത്തിങ്കൽ, വിവിധ ആഘോഷ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ രൂപത്തിൽ വിവിധ രാജ്യങ്ങളിലായി ആലേഖനം ചെയ്ത മാതാവിന്റെ 600 ചിത്രങ്ങളാണ് മതബോധന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചത്. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 1000 കുടം ധാരയും നടന്നു. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടം നാരായണൻ നമ്പൂതിരിയും ക്ഷേത്ര ചടങ്ങുകൾക്ക് V നാരായണൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനമുണ്ടായി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് വാർഷിക കുടുംബ സംഗമം തോന്നൂർക്കരയിൽ K രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് എബ്രഹാം തോമസ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി PS ഹംസ, ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, PVK ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിമുക്ത ഭടഭവനിൽ ദേശീയ പതാക ഉയർത്തലും യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടന്നു. മുഖാരിക്കുന്ന് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് തോന്നൂർക്കരയിലേക്ക് റാലിയുമുണ്ടായി. CMP ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം EP മാധവൻ അധ്യക്ഷനായിരുന്നു. ജയൻ അരിമ്പ്ര, മുരളി കല്ലിക്കാട്ട്, N ജിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മാള മേലടൂരിൽ ഒരു വീടിന് സമീപം കഞ്ചാവ് ചെടി വളരുന്നത് കണ്ടെത്തി. മേലടൂർ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിലെ വീട്ടുപറമ്പിലാണ് കഞ്ചാവ് ചെടി വളർന്നിട്ടുള്ളത്. കഞ്ചാവ് ചെടിയാണിതെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആദ്യ സൂചന. റോഡിനോട് ചേർന്ന് മതിലിനകത്ത് നിന്നിരുന്ന ചെടി കഞ്ചാവാണെന്ന സംശയത്തെ തുടർന്ന് ബസ്സിൽ യാത്ര ചെയ്ത ഒരാളാണ് പോലീസിനും എക്സൈസ് സംഘത്തിനും വിവരം നൽകിയത്. പിന്നീട് സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം ചെടി കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ എക്സൈസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
RSS ഗുരുവായൂർ താലൂക്ക് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത സ്മൃതി ദിനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ മൃഗാശുപത്രി ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ തേലംപറ്റ വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ VT രമ മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ വില്ലേജ് ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയത് ഉച്ചയ്ക്ക് 12:30. പഞ്ചായത്തിലെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ രാവിലെ പതാക ഉയർത്തിയപ്പോൾ വെള്ളാറ്റഞ്ഞൂർ വില്ലേജ് ഓഫീസിൽ ആരും പതാക ഉയർത്താൻ എത്തിയില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തലപ്പള്ളി താലൂക്ക് തഹസിൽദാരെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് 12:30 ഉദ്യോഗസ്ഥരെത്തി പതാക ഉയർത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തെ അവഗണിക്കുകയും ദേശീയ പതാകയോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിലെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ പോൾ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതിയതായി നിർമ്മിക്കുന്ന കപ്പേളയുടെ ശിലാസ്ഥാപനം വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ നിർവഹിച്ചു. കപ്പേളയുടെ ഫണ്ട് സമർപ്പണവും നടന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സ്വർഗാരോപണ തിരുനാൾ ആഘോഷവും സെൽ കല്ലറകളുടെ വെഞ്ചിരിപ്പും നടന്നു. ദിവ്യബലിക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോബി കുണ്ടുകുളങ്ങര സഹകാർമ്മികനായി. ദേവാലയ അങ്കണത്തിൽ ആർച്ച് ബിഷപ്പ് ദേശീയ പതാക ഉയർത്തി. അരിമ്പൂർ BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ പേനിക്കാട് പതാക ഉയർത്തി. 152ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിജോ പാരക്കാട് പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന സേന രൂപീകരിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി SK അർദ്ധനാരി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് VA റഷീദ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ സെക്രട്ടറി അഭിരാമി, സംസ്ഥാന സെക്രട്ടറിമാരായ TG സുനിൽ ലാലൂർ, DCC അംഗം സെബി കൊടിയൻ, ആന്റണി കുറ്റുകാരൻ എന്നിവർ സംസാരിച്ചു. പരിശ്രമം നിർത്തുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൽ തോറ്റുപോകുന്നത് എന്ന് സിനിമാ നടൻ ദേവൻ അഭിപ്രായപ്പെട്ടു. എറവ് സൌഹൃദം കൂട്ടായ്മയുടെ പ്രത്യാശ 2014 TFM സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌഹൃദം പ്രസിഡന്റ് M പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സൌഹൃദം ഉപദേശക സമിതി അംഗം കൂടിയായ CI M സുരേന്ദ്രൻ, രക്ഷാധികാരി C രാവുണ്ണി, പഞ്ചായത്ത് മെമ്പർമാരായ CP പോൾ, ജെൻസൺ ജെയിംസ്, KN അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പ്രത്യാശ 2014ന്റെ ഭാഗമായി സൌജന്യ വൃക്കരോഗ നിർണയം, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, സാന്ത്വന ധനസഹായ വിതരണം, രക്തദാന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, അവയവദാന സമ്മതപത്രം സമർപ്പണം എന്നിവ നടന്നു. ഉന്നത വിജയം നേടിയ എറവ് ദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പൊന്തക്കാടുകൾ നിറഞ്ഞ ഊരകം ഹെൽത്ത് സെന്റർ, പെരുവനംചിറ പ്രദേശങ്ങൾ നാസ്മെന്റോ ക്ലബ് പ്രവർത്തകർ ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VS സലീം, ക്ലബ് അംഗങ്ങളായ രഘുരാമൻ, പ്രമോദ്, ജിജു, ജിനീഷ്, സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് എടക്കഴയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറും CH സെന്ററും സംയുക്തമായി കിടപ്പിലായ രോഗികൾക്ക് പെൻഷൻ വിതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KK മുസ്തഫ തങ്ങൾ, KK ഹംസക്കുട്ടി, MC മുസ്തഫ, K കമറുദ്ദീൻ, ഡോക്ടർ നിത എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് ശ്രീകൃഷ്ണ കുടുംബശ്രീ 5ാം വാർഷികം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ലിസി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ്, വാർഡംഗം ഉഷാകുമാരൻ, സംഘം പ്രസിഡന്റ് കുമുദാബായ് രാജൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് 12ാം വാർഡിലെ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി ഉദ്ഘാടനം നിർവഹിച്ചു. 3.60 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നവീകരിച്ചത്. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സംയുക്തമായി ആഘോഷിച്ചു. ദേശീയ പതാക വന്ദനത്തിനു ശേഷം നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോബ് അറക്കെപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബാൻഡ് മേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. നേർച്ച സദ്യയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കുരുന്നുകൾക്ക് ചോറൂണ്, വാഹന വെഞ്ചിരിപ്പ് എന്നിവയും തിരുനാളിനോടനുബന്ധിച്ചുണ്ടായി.
വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ലിസൺ പോട്ടക്കാരൻ മാപ്രാണി, ജോജു ഞെരിഞ്ഞാമ്പിള്ളി, ഫെബിൻ ചെറുപറമ്പിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. തോളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സരോജിനി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. KG പോൾസൺ, A സതീശൻ, ആനി ജോസ്, സീന വിൽസൺ എന്നിവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ ആൽത്തറ കപ്പേടയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് മുൻ വികാരി ഫാദർ ജോൺ പോൾ തൈക്കാട്ടിൽ മുഖ്യ കാർമ്മികനായി. ജപമാല പ്രദക്ഷിണവും നടന്നു. വടക്കൻ പുതുക്കാട് പള്ളിയിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മാർട്ടിൻ കണ്ടാംപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ സഹകാർമ്മികനായി. ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. KCBC മദ്യവിരുദ്ധ സമിതി ചൊവ്വല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. സംസ്ഥാനത്ത് അടച്ച ബാറുകൾ തുറക്കാതിരിക്കുക, പെരുമ്പിള്ളിശ്ശേരിയിൽ പൂട്ടിയ സ്വകാര്യ ബാറിന്റെ NOC റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റാലി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ആന്റോ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. KL ആന്റണി, ജോൺ ചാക്കേരി, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, മാത്യു ചക്കാലിക്കൽ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വിയൂർ തന്നേങ്കാട് ശ്രീനാരായണ കാവടി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തി. വിയൂർ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന ക്യാമ്പിന് കൌൺസിലർ NA ഗോപകുമാർ, സമാജം പ്രസിഡന്റ് MA ബിനു, ഡോക്ടർ K മുരളീധരൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ആയുർവേദവും നമ്മുടെ ജീവിതവും എന്ന വിഷയത്തിൽ ക്ലാസുമുണ്ടായി. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ അവാർഡ് മീറ്റ് സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. രൂപത ബിഷപ്പ് മർപ്പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മാർ ജെയിംസ് പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. തോമസ് ഉണ്ണിയാടൻ MLA, മോൺസിഞ്ഞോർ ഡേവിസ് അമ്പൂക്കൻ, ആന്റോ പെരുമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 മതബോധന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. BJP സ്നേഹപുരം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ 100 ദിവസം തികഞ്ഞ തൊഴിലാളികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷെഫീന അസീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK നാരായണൻ, സിജി ജോൺ എന്നിവർ സംസാരിച്ചു. LP, ഹൈസ്കൂൾ തലങ്ങളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കയ്യെത്തും ദൂരത്തിൽ തട്ടിയകറ്റപ്പെട്ട സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ഇത്തവണ ഫൈസലിനെ തേടിയെത്തി. 2012-ൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലിസ്റ്റിൽ എത്തിയ അവസരത്തിലാണ് ഒരാരോപണത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടത്. അന്നത്തെ ആരോപണത്തിൽ സസ്പെൻഷനിലായ ഫൈസൽ കോറോത്തിനെതിരെ നടത്തിയ വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഫൈസൽ കുറ്റവിമുക്തനായതോടെ അന്ന് നഷ്ടപ്പെട്ട പോലീസ് മെഡൽ ഇപ്പോൾ തിരിച്ചു ലഭിച്ചിരിക്കുകയാണ്. CBIയിൽ നിന്ന് 1/2 ലക്ഷം രൂപ അടക്കമുള്ള നിരവധി റിവാർഡുകൾ ഫൈസലിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ റൂറൽ രഹസ്യാന്വേഷണ വിഭാഗം സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് മാള സ്വദേശിയായ ഫൈസൽ കോറോത്ത്. തനിമ ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കുരീച്ചിറ സെന്റ് തോമസ് സ്ട്രീറ്റിൽ നീലങ്കാവിൽ ജോജുവിന്റെ വസതിയിൽ നടന്ന പരിപാടി MP വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. തനിമ ജനശ്രീ ചെയർമാൻ ND ജോജു അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജനശ്രീ ജില്ലാ സെക്രട്ടറി ജെയിംസ് പല്ലിശ്ശേരി അവാർഡുകൾ നൽകി. ചികിത്സാ സഹായ വിതരണം MLAയും നിർധന കുടുംബങ്ങൾക്കുള്ള അരി വിതരണം കൌൺസിലർ ബിൽസി ബാബുവും നിർവഹിച്ചു. കൌൺസിലർ CK സുബ്രഹ്മണ്യൻ, ഒല്ലൂർ മണ്ഡലം ജനശ്രീ സെക്രട്ടറി KK ബാബു, ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം ഡയറക്ടർ ഷോമി ഫ്രാൻസിസ്, 25ാം ഡിവിഷൻ ജനശ്രീ ചെയർമാൻ ആന്റോ നീലങ്കാവിൽ, തനിമ ജനശ്രീ സെക്രട്ടറി സിജോ ജോസ്, പ്രോഗ്രാം കൺവീനർ KA ബാബു എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ മാറ്റമ്പുറം ഫ്രണ്ട്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. സൊസൈറ്റി പ്രസിഡന്റ് PV അനിൽ, സെക്രട്ടറി ജിതിൻ സണ്ണി എന്നിവർ നേതൃത്വം നൽകി.
കോലഴി ഗ്രാമീണ വായനശാലയിൽ ദേശീയ പതാക തലകീഴായി കെട്ടി അനാദരവ് കാട്ടിയതിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രസിഡന്റ് ലിൻസൺ തിരൂർ, സെക്രട്ടറിമാരായ ശരത് പൂവണി, MS രാമകൃഷ്ണൻ, സുരേഷ് കോലഴി, K സന്തോഷ് കുമാർ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് തെച്ചിക്കുന്നിലേക്കുള്ള തകർന്ന റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺക്രീറ്റ് ചെയ്തു. കനത്ത മഴയിൽ തകർന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസമേറിയതായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി TD വിൽസൺ, പ്രവീൺ, ഡിൻഡു, പ്രഗീഷ്, MS സജിത് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന തൃപ്പുത്തരി ആഘോഷം ഭക്തിസാന്ദ്രമായി. ഭഗവാന് പുത്തരി പായസം നിവേദിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. എയ്യാൽ പ്രാചീന ഗുഹ പരിസരവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ DYFI പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പുരാവസ്തു വകുപ്പിന്റെ കർശന നിയന്ത്രണം മൂലം ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്ന് നാട്ടുകാർ. ഗണഗാതി വിഭാഗം സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 2% വിദ്യാഭ്യാസ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കേരള ഗണക കണിശ സഭ. ദേവസ്വം ബോർഡുകളിൽ ഹിന്ദുക്കൾക്കായി സംവരണം ചെയ്ത ഒഴിവുകളിൽ 5% സംവരണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ. ഗ്രാമവാർത്തകൾ സമാപിച്ചിരുന്നു. നമസ്കാരം.